നമസ്കാരം. വർക്കിംഗ് ക്ലാസിന്റെ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് പ്രൊഫഷൻ ടാക്സ് എങ്ങനെ നമുക്ക് സ്പാർക്ക് വഴി ഡിഡക്റ്റ് ചെയ്യാം എന്നതാണ്. ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ നിന്നും സ്പാർക്ക് വഴി ഡിഡക്റ്റ് ചെയ്ത പ്രൊഫഷൻ ടാക്സ് ഇപ്പോഴുള്ളത് DDOയുടെ സ്പെഷ്യൽ TSB അക്കൗണ്ടിലാണ്. ഈ തുക മാർച്ച് 31 മുൻപ് തന്നെ നമ്മൾ പഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. അതെങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ബിംസിൽ നിന്നും ഒരു പ്രൊസീഡിങ്സ് തയ്യാറാക്കി ഈ പ്രൊസീഡിങ്സിനൊപ്പം ചെക്കും പ്രൊഫഷൻ ടാക്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും, അത് സ്പാർക്കിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആ സ്റ്റേറ്റ്മെന്റും കൂടി പഞ്ചായത്തിൽ നൽകിയാൽ മതിയാകും. അപ്പോൾ അതിനാദ്യം വേണ്ടത് ബിംസിൽ നിന്നും നമുക്ക് പ്രൊസീഡിങ്സ് തയ്യാറാക്കേണ്ടതുണ്ട്. അതെങ്ങനെയെന്ന് ആദ്യം നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ബിംസിന്റെ DDO ലോഗിനിൽ കയറുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, ബിംസിൽ 2 ലോഗിനുണ്ട്. DDO അഡ്മിൻ ലോഗിനുമുണ്ട്, DDO ലോഗിനുമുണ്ട്. സാധാരണയായി DDO ലോഗിൻ എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ ക്ലർക്കായിരിക്കും, അല്ലെങ്കിൽ നിയോഗിച്ചിരിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനായിരിക്കും. DDO അഡ്മിൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ബിംസിലേക്ക് DDO ലോഗിൻ ചെയ്യുന്നു. അതിനായി നമ്മൾ ഗൂഗിൾ ക്രോമിൽ ചെന്ന് ബിംസ് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിലാദ്യം കാണുന്ന ബിംസ് ലോഗിൻ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ബിംസിന്റെ ഹോം പേജ് വന്നു. ഇവിടെ നമ്മുടെ ലോഗിൻ ID 10 ഡിജിറ്റുള്ള DDO കോഡായിരിക്കും നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. പാസ്വേഡ് നമുക്കറിയാം. നമ്മൾ ഏതാണ് ചെയ്യുന്നത്? DDO ലോഗിനാണ്. DDO അഡ്മിൻ അല്ല, DDO ലോഗിൻ. അപ്പോൾ ക്ലർക്കിന്റെ ലോഗിൻ IDയും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റോൾ സെലക്ട് ചെയ്യുന്നു. DDO ഉണ്ട്, DDO അഡ്മിൻ ഉണ്ട്. നമ്മൾ DDO സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ ഇതിപ്പോ DDO മീൻസ് അത് കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിന്റെ ലോഗിനാണ്. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഹോം, പ്രൊഫൈൽ, മാസ്റ്റേഴ്സ്, അലോട്ട്മെന്റ്, ബില്ല്, റിപ്പോർട്ട്, ബെനിഫിഷ്യറി അക്കൗണ്ട്, സെർച്ച്, TSB. നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടത്? TSB അക്കൗണ്ടിൽ നിന്നും പ്രൊസീഡിങ്സ് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മുടെ തുക DDOയുടെ സ്പെഷ്യൽ TSB അക്കൗണ്ടിൽ വന്ന് കിടക്കുകയാണ്. അത് നമുക്ക് ആദ്യം എത്രയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ TSB അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തൊട്ട് താഴെ വരുന്ന സബ് മെനുവിൽ TSB അക്കൗണ്ട്സ് നമുക്ക് കാണാം. TSB അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. TSB അക്കൗണ്ട് ടൈപ്പ് 14 STSB സ്പെഷ്യൽ TSB അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ അക്കൗണ്ട് ഹോൾഡറുടെ പേര് മീൻസ് അദ്ദേഹം നമ്മുടെ DDO ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്? 24,750 രൂപ ബാലൻസ് കിടപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രൊഫഷൻ ടാക്സ് എത്രയാണോ പിടിച്ചത് ആ തുകയും ചിലപ്പോൾ അതിനു മുൻപ് കിടക്കുന്ന വേറെ ഏതെങ്കിലും ഹെഡിലുള്ള തുകയൊക്കെ ചേർന്നതായിരിക്കാം ഇത്. എന്തായാലും ഇതാണ് നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് തുക. അപ്പോൾ ഇത് ആക്റ്റീവ് ആണോ? യെസ്. അപ്രൂവ്ഡ് ആണോ? അതെ. നമുക്കിതിന്റെ സ്പ്ലിറ്റപ്പ് കാണണമെങ്കിൽ കാണാം. 24,750. അതിന് നമുക്കിവിടെ വ്യൂ പാസ്ബുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പാസ്ബുക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓരോ ദിവസവും വന്നിട്ടുള്ള തുക, അപ്പൊ ട്രാൻസാക്ഷൻ ID എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആ ഡേറ്റും ഉണ്ടാകും. ഇപ്പൊ നോക്കുക, 2/3/2023 ആ ദിവസം അറിയാലോ. നമ്മുടെ ശമ്പളം, കഴിഞ്ഞ മാസത്തെ ശമ്പളം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് 2/3/2023 ആ ദിവസം തന്നെയാണ് ഈ തുക നമ്മുടെ DDOയുടെ സ്പെഷ്യൽ TSB അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളത്. ഏത് തുക? പ്രൊഫഷൻ ടാക്സ് പിടിച്ചത്. ഇത് 1,250 രൂപ. ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് SDO സാലറി എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ ചെയ്തെടുത്ത അതിലുള്ള ഒരാളുടെ തുകയാണ് 1,250. 2 SDO ഉള്ളതിനാൽ 1,250 പ്ലസ് 1,250 2,500 രൂപ. ഇവിടെ ഒരു 1,000 രൂപ, അത് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് സാലറി എന്ന ഹെഡിലുള്ള ഒരാളുടെയാണ്. അത് ഒരു PTS ആണ്, അതുകൊണ്ടാണ് അത് 1,000 രൂപ മാത്രം. ബാക്കിയുള്ളവർക്കെല്ലാം 1,250. അതിങ്ങനെ വിശദീകരിച്ച് നിൽക്കുന്നില്ല. എല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. ഈ ഒരു 17, 18 നമ്മുടെ ഈ സ്ക്രീനിന്റെ വലിപ്പം അനുസരിച്ച്. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പാസ്ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതായത് വ്യൂ പാസ്ബുക്ക് നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡൗൺലോഡ് PDF. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. PDF ആയി ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്തപ്പോൾ നമ്മുടെ പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് നമുക്കൊരു A4 ഷീറ്റിൽ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഓരോ ദിവസവും 2/3/2023 1,250 രൂപ
നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ആകെ ബാലൻസ് 2500. അതെങ്ങനെ വന്നു? ഏതോ ഒരു 1250 രൂപ മറ്റേതോ ഹെഡിൽ വന്ന തുക അവിടെ കിടപ്പുണ്ട്. അതിനോടൊപ്പമാണ് ഈ 1250 രൂപ കൂടി ചേർത്ത് 2500 ആയത്. അത് നമുക്ക് പ്രശ്നമില്ല. ആ 1250 കുറച്ചിട്ട് ബാക്കി തുക മാത്രം നമ്മൾ പഞ്ചായത്തിലേക്ക് അടച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മുഴുവൻ തുകയും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ നോക്കുക, നമ്മുടെ അക്കൗണ്ടിൽ 24,750 രൂപ ഉണ്ട്. നമ്മുടെ പ്രൊഫഷൻ ടാക്സ് പിടിച്ചത് എത്രയാണെന്ന് സ്റ്റേറ്റ്മെന്റ് നോക്കി ഒന്ന് മനസ്സിലാക്കുക. അത് നോക്കുമ്പോൾ 23,500 രൂപയെ നമ്മൾ ടാക്സ് പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര രൂപ അടച്ചാൽ മതി? 23,500. 1,250 രൂപ അപ്പോഴും ആ അക്കൗണ്ടിൽ ബാലൻസ് കിടക്കും. ഇനി നമുക്ക് വീണ്ടും TSP തന്നെ പോകാം. TSP ക്ലിക്ക് ചെയ്യുന്നു. TSP ക്ലിക്ക് ചെയ്യുമ്പോൾ TSP അക്കൗണ്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. പ്രസന്റ് ഡീറ്റെയിൽസ് അത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. ഫോർവേഡ് ഡീറ്റെയിൽസ് അതും വേണ്ട. ഇനി അടുത്തത് നമുക്ക് പ്രൊസീഡിങ്സ് തയ്യാറാക്കാനുള്ളത്. ഈ പ്രൊസീഡിങ്സ് തയ്യാറാക്കുന്നതിന് ഇവിടെ ആഡ് ഓർ എഡിറ്റ് പ്രൊസീഡിങ്സ് ഉണ്ട്. അതിനു മുൻപ് നമുക്കൊരു കാര്യം ചെയ്യണം. നമ്മൾ ആർക്കാണോ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ്, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ നമ്മളിവിടെ ബെനിഫിഷ്യറി മാസ്റ്ററിൽ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി പ്രൊസീഡിങ്സ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാനുവലി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിഷ്യറി മാസ്റ്ററിൽ കയറി ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ ബെനിഫിഷ്യറി മാസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു. സെക്രട്ടറിയെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ എൻട്രി എന്ന് പറയുന്ന ഈ സെക്ഷനിലേക്ക്, ഇവിടെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്, എൻട്രിയിലേക്ക് പോകുന്നു. എൻട്രിയിൽ നമ്മൾ ക്രെഡിറ്റ് ടു, അതായത് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഏത് തരം അക്കൗണ്ടാണ്. നമ്മുടെ സെക്രട്ടറിയുടെ TSB അക്കൗണ്ടാണോ, ബാങ്ക് അക്കൗണ്ടാണോ, സ്പെഷ്യൽ TSB അക്കൗണ്ടാണോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്കിവിടെ സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടാമത് സെലക്ട് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഉള്ള ബാങ്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം IFS കോഡ്. IFS കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറിയുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ഉള്ളത് ആ ബാങ്കിന്റെ IFS കോഡാണ് ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്. IFS കോഡ് ഞാൻ എൻ്റർ ചെയ്തു. അത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ തന്നെ IFS നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. ആ ബാങ്ക് ഓൾറെഡി നമ്മുടെ IFS കോഡ് കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് അത് IFS നെയിം അവിടെ വന്നത്. ഇനി അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അക്കൗണ്ട് നമ്പർ ഞാൻ എൻ്റർ ചെയ്തു. ഇനി നെയിം ഓഫ് ബെനിഫിഷ്യറി, നമുക്കറിയാം ഡെസിഗ്നേഷൻ ആയിരിക്കും അവിടെ വരുന്നത്. അവിടെ നമുക്ക് നെയിം കൊടുക്കാം. സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത്, സ്ഥലം, ഇത്രയും കൊടുത്തു. ഇനി അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ നമ്മൾ വാങ്ങി വെച്ചിരിക്കണം. ആ മൊബൈൽ നമ്പറാണ് ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു. ഇനി നമ്മുടെ പർപ്പസ് എന്താണ്? നമ്മുടെ ഇവിടുത്തെ പർപ്പസ് പ്രൊഫഷൻ ടാക്സ് ആണ്. അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. പ്രൊഫഷൻ ടാക്സ് ആക്റ്റീവാണോ? അതെ, ആക്റ്റീവ് സ്റ്റാറ്റസ് ആണ്. നമ്മളിത് എല്ലാം നോക്കിയതിന് ശേഷം സെക്രട്ടറിയുടെ പാസ്ബുക്ക് നോക്കി 2 പ്രാവശ്യം ഒന്ന് വെരിഫൈ ചെയ്യുക. അക്കൗണ്ട് നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പണം അങ്ങോട്ട് പോയെന്ന് വരില്ല. അക്കൗണ്ട്സ് ആഡഡ് സക്സസ്ഫുള്ളി. ഇനി നമ്മൾ ആ ബെനിഫിഷ്യറി മാസ്റ്ററിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യൂവിൽ നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ പേരും ഇവിടെ ഉണ്ടാവും. കണ്ടില്ലേ? സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഉണ്ട്. അപ്പോഴാണ് അദ്ദേഹം ബെനിഫിഷ്യറി മാസ്റ്ററിൽ ആഡ് ചെയ്യപ്പെട്ടത്. ഇനി നമ്മൾ പ്രൊസീഡിങ്സ് തയ്യാറാക്കാൻ പോവുകയാണ്. നേരെ പ്രൊസീഡിങ്സിലേക്ക് പോകുന്നു. ആഡ് ഓർ എഡിറ്റ് പ്രൊസീഡിങ്സ് അത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നുകൂടി വരികയാണ്. ബാലൻസ് എമൗണ്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം 24,750, പക്ഷെ നമുക്ക് 23,500 അടച്ചാൽ മതി. അത് മനസ്സിൽ കാണണം. നമ്മളിവിടെ ഗോ കൊടുക്കുകയാണ്. ഗോ കൊടുത്തപ്പോൾ ഇതുപോലൊരു പേജ് വന്നു. ഇവിടെയാണ് നമ്മൾ പ്രൊസീഡിങ്സ് ആഡ് ചെയ്യാൻ പോകുന്നത്. എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു പ്രൊസീഡിങ്സ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ഒരെണ്ണം ഡ്രാഫ്റ്റ് മാത്രമാണ്. ഇതെനിക്ക് ഉപയോഗമില്ലാത്ത ഒരു പ്രൊസീഡിങ്സ് ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ ആഡ് പ്രൊസീഡിങ്സ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സെലക്ട് AS, നമ്മുടെ DDO ആയിരിക്കും നമ്മുടെ AS. നമ്മൾ സെലക്ട് ചെയ്തു. നമ്മുടെ ASൽ ഇപ്പോൾ അവൈലബിൾ ബാലൻസ് എന്ന് പറയുന്നത് 24,750 രൂപയാണ്. ഇനി നമ്മൾ ചെക്ക് നമ്പർ കൊടുക്കുകയാണ്. ചെക്ക് നമ്പറിന് 2 പാർട്ടുണ്ട്. ചെക്കിന്റെ ആൽഫ പാർട്ടുമുണ്ട്, ചെക്കിന്റെ നമ്പർ പാർട്ടുമുണ്ട്. ആൽഫ പാർട്ട് എന്ന് പറഞ്ഞാൽ 2 ഇംഗ്ലീഷ് അക്ഷരങ്ങളായിരിക്കും. അത് നമ്മുടെ ചെക്ക് ബുക്കിൽ നോക്കിയാൽ കാണാം. ഇനി ചെക്ക് നമ്പർ കൊടുക്കുന്നു. ചെക്ക് നമ്പർ കൊടുത്തു. ഇനി പ്രൊസീഡിങ്സ് നമ്പർ. പ്രൊസീഡിങ്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഏത് പ്രൊസീഡിങ്സ് ആണോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ആ പ്രൊസീഡിങ്സിന്റെ നമ്പർ ഉണ്ടാവും, ഓഫീസ് നമ്പർ.
ആ നമ്പർ നമ്മൾ കൊടുക്കുകയാണ്. ഞാനിവിടെ 81/2023 അതാണ് എൻ്റെ പ്രൊസീഡിങ്സ് നമ്പർ. പ്രൊസീഡിങ്സ് ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇവിടെ എമൗണ്ട് എത്രയാണ്? നമ്മുടെ എമൗണ്ട് നമുക്കറിയാം 24,750 ഉണ്ട്. 23,500 രൂപ മതി. അപ്പോൾ ബാലൻസ് എത്രയായി? 1,250. ആദ്യം കിടന്ന തുക ബാലൻസ് അവിടെ ഉണ്ട്. അപ്പോൾ 23,500 രൂപ നമ്മളിവിടെ എൻ്റർ ചെയ്തു. വേഴ്സിലുള്ള തുകയും ഇവിടെ വന്നു കഴിഞ്ഞു. അടുത്തത് പ്രസന്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് ആരാണോ നമ്മുടെ ഈ ചെക്കിൽ സൈൻ ചെയ്യാൻ അധികാരപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേര് അതിവിടെ ഉണ്ട്. അടുത്തത് ഫോർവേഡ് ഡീറ്റെയിൽസ് ആണ്. ഫോർവേഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ഡെസിഗ്നേഷൻ. പർപ്പസ് എന്ന് പറയുന്നത് ഇവിടെ പലതും ഉണ്ടാകും. പക്ഷേ അതിനകത്ത് പ്രൊഫഷൻ ടാക്സ് ഇപ്രാവശ്യം കാണുന്നില്ല. പ്രൊഫഷൻ ടാക്സ് ഉണ്ടോ എന്ന് നോക്കുക. പ്രൊഫഷൻ ടാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതേഴ്സ് കൊടുക്കുക. അതേഴ്സ് കൊടുത്തു. ഇവിടെ സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റിലാണ് നമ്മൾ നമ്മുടെ പർപ്പസ് എഴുതുന്നത്. സബ്ജക്റ്റ് എഴുതുന്നത് പ്രൊഫഷൻ ടാക്സ് പേയ്മെന്റ് ടൈപ്പ് ചെയ്തു. അതിനെന്തെങ്കിലും ഒരു സൂചന വല്ലതും ഉണ്ടെങ്കിൽ അതിവിടെ നമുക്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് പഞ്ചായത്തിൽ നിന്നും തന്നിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ടാകുമല്ലോ, ആ ലെറ്ററിന്റെ നമ്പർ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി പ്രൊസീഡിങ്സിന്റെ കണ്ടന്റ് ആണ്. കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വേർഡിലോ അല്ലെങ്കിൽ നോട്ട് പാഡിലോ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഗതി നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്തായാലും ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ടത് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. പ്രൊസീഡിങ്സ് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പ്രൊസീഡിങ്സിന്റെ കണ്ടന്റ് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വായിക്കാം. സാങ്ഷൻ ഈസ് ഹിയർ ബൈ അക്കോർഡഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് പ്രൊഫഷൻ ടാക്സ് ഫോർ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2022-23 which has been deducted from the salary of permanent employees of this institution in the month of February 2023. ഇതാണ് നമ്മുടെ പ്രൊസീഡിങ്സിന്റെ കണ്ടന്റ്. വലിയ കാര്യമൊന്നുമില്ല, വളരെ ചെറിയ രൂപത്തിലൊരു നമുക്ക് എന്താണോ പറയാനുള്ളത് അത് നമ്മളവിടെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ടു എന്നുള്ളത് ആർക്കാണോ നമ്മൾ ഈ പ്രൊസീഡിങ്സ് കൊടുക്കുന്നത് അവരുടെ പേര്, അവരുടെ ഡെസിഗ്നേഷൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. നമ്മളിവിടെ സബ് ട്രഷറി ഓഫീസർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സബ് ട്രഷറി ഓഫീസർ ഏതാണോ ട്രഷറി ഓഫീസിന്റെ പേര്, ആ പേര് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഡിഡക്ഷൻ ഡീറ്റെയിൽസ്, ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകിൽ നമുക്ക് മാനുവലി എൻറ്റർ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തു വച്ചിരിക്കുന്ന ആ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും ഒരെണ്ണം നമുക്ക് പിക്ക് ചെയ്യാം. ഇവിടെ ആഡ് മാനുവലി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെയിം എഡിറ്റ് ചെയ്ത് നെയിം കൊടുക്കാൻ പറ്റും. DDOയുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. ക്രെഡിറ്റ് ടു നമുക്ക് ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതെല്ലാം ഇവിടെ ചെയ്യാം. IFS കോഡ്, അക്കൗണ്ട് നമ്പർ, എമൗണ്ട്, പർപ്പസ്, ഇത്രയും ചെയ്യാം. എന്നാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പിക്ക് ലിസ്റ്റാണ്. കാര്യം നമുക്ക് ഓൾറെഡി നമ്മളൊരിടത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിക്ക് ലിസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ കൊടുത്ത ആളിന്റെ ഇവിടെ ഉണ്ട്, സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് എന്നിവിടെ കിടപ്പുണ്ട്. അതിന് നമ്മൾ ടിക്ക് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പിക്ക് ലിസ്റ്റ് പ്രകാരം നമ്മൾ നേരത്തെ ഉള്ള ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും ആ അക്കൗണ്ട് നമ്പർ, സെക്രട്ടറിയുടെ അക്കൗണ്ട് നമ്പർ, ഇനി എമൗണ്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ എമൗണ്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഇവിടെ നമുക്കറിയാം 23,500 ആണ് ചെക്കിന്റെ എമൗണ്ട്. ആ എമൗണ്ട് നമ്മൾ എൻറ്റർ ചെയ്തു. അതിനുശേഷം മറന്നു പോകരുത്, ഇവിടെ സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ സേവ് ആണ് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യം. ഈ സേവ് ചെയ്താൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ സേവ് ചെയ്യുന്നു. ഓൺലി ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആർ അലോഡ് ഇൻ പർപ്പസ്. പർപ്പസിൽ നമ്മൾ ഒരു ഡോട്ട് ഇട്ടിരുന്നു, അതുകൊണ്ടാണ്. നമുക്ക് പ്രൊഫഷൻ ടാക്സ് എന്ന് മാത്രം മതി. നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ബെനിഫിഷ്യറി അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇവിടെ വീണ്ടും ഒന്നുകൂടി നമുക്ക് സേവ് ചെയ്യാനുണ്ട്. ഇത് സേവ് ചെയ്തു. നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഏതെങ്കിലും ഓർഡറോ മറ്റോ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഈ പ്രൊഫഷൻ ടാക്സിനെ സംബന്ധിച്ചുള്ള ഒരു ഓർഡർ നമുക്ക് അപ്ലോഡ് ചെയ്യാനില്ല. സാധാരണഗതിയിൽ ഈ ഒരു പോർഷൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് പതിവ്. നമ്മളിവിടെ സേവ് ചെയ്യുന്നു. പ്രൊസീഡിംഗ് സേവ്ഡ് സക്സസ്ഫുള്ളി. നമ്മുടെ പ്രൊസീഡിങ്സിന്റെ റെഫറൻസ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്കിത് DDOയ്ക്ക് അപ്രൂവലിന് വേണ്ടി അയക്കണം. അപ്പോൾ സെൻഡ് ഫോർ അപ്രൂവൽ. പ്രൊസീഡിങ്സ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. ഓക്കെ കൊടുത്തു.
ഇനി നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ബെനിഫിഷ്യറീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ എല്ലാവരുടെയും പേര് ഒരു ലിസ്റ്റായിട്ട് കിട്ടും. എന്നാൽ ഒരു ബെനിഫിഷ്യറി ഉള്ളെങ്കിൽ അവരുടെ പേര് ഈ PDF തന്നെ ഉണ്ടാകും, ഈ പ്രൊസീഡിങ്സിൽ തന്നെ ഉണ്ടാകും. നമുക്കിവിടെ നമ്മളിപ്പോൾ DDOയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ പ്രിന്റ് PDF ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്ന എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ടോ നോക്കണമല്ലോ. പ്രിന്റ് PDF നോക്കുന്നു. ആ പ്രിന്റ് PDF ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ പ്രൊസീഡിങ്സ് നമ്പർ, നമ്മുടെ പ്രൊസീഡിങ്സിൻ്റെ റഫറൻസ് നമ്പർ, PRN, നമ്മുടെ ചെക്ക് നമ്പർ, ചെക്ക് ഡേറ്റ്, എമൗണ്ട്, നമ്മുടെ പ്രൊസീഡിങ്സിൻ്റെ ബാക്കി ബോഡി പാർട്ട് എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ്, ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ പ്രൊസീഡിങ്സ് തയ്യാറാക്കുന്ന വിധം. ഇനി എന്ത് ചെയ്യണം? നമ്മൾ DDOയ്ക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് DDO ഇനി അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗൌട്ട് ചെയ്യുന്നു. ഇവിടെ ലോഗൌട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ലോഗൌട്ട് ചെയ്തില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ദിസ് യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ DDO അഡ്മിനിൽ പോയിട്ട് നമ്മൾ ലോഗിൻ റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മറ്റ് വീഡിയോകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ പറയാം. ഇനിയും പ്രൊസീഡിങ്സ് തയ്യാറാക്കുന്ന വീഡിയോസ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗൌട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ലോഗൌട്ട് ചെയ്യണം. ലോഗൌട്ട് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ലോഗിൻ ചെയ്യുന്നത് DDO റോളല്ല, DDO അഡ്മിൻ റോളിലാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോഴും യൂസർ ID അത് തന്നെയാണ്, നമ്മുടെ DDO കോഡ് തന്നെയാണ്. പാസ്വേഡ് മാറ്റം ഉണ്ടാകും. പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. DDO അഡ്മിൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാപ്ച കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ഇവിടെ നമുക്ക് അപ്രൂവലാണ് നമുക്ക് കൊടുക്കേണ്ടത്. TSPയിലാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ വേറൊരു അപ്രൂവൽ കിടപ്പുണ്ട്. ആ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ഒരു ബില്ല് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയാണ്. നമ്മളിവിടെ TSPയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രൊസീഡിങ്സ് അപ്രൂവലാണ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ DDOയിൽ ചെയ്യുമ്പോൾ കാണുന്നതിനേക്കാൾ കുറച്ചൊരു വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇവിടെ സബ് മെനൂസിലുള്ളത്. ഇവിടെ പ്രൊസീഡിങ്സ് അപ്രൂവലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രൊസീഡിങ്സ് അപ്രൂവൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രൊസീഡിങ്സ് വന്നിരിക്കുന്നത്. DDO ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് വായിച്ച് നോക്കാം. നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ അവർക്ക് കാണാൻ കഴിയും. അക്കൗണ്ട് നമ്പർ കറക്റ്റാണോ എല്ലാം നോക്കിയതിന് ശേഷം ഇവിടെ ഒരു റിമാർക്സ് കൊടുക്കുക. അപ്രൂവ്ഡ് എന്ന റിമാർക്സ് കൊടുത്തതിന് ശേഷം DDO അപ്രൂവ് ചെയ്യുകയാണ്. പ്രൊസീഡിങ്സ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി അപ്രൂവ്ഡ്. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ പ്രൊസീഡിങ്സിനെ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യാനുള്ളത്. പ്രൊസീഡിങ്സ് സബ്മിറ്റ് ചെയ്യുന്നതിന് ഇവിടെ ഒരു സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നോക്കുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ പ്രൊസീഡിങ്സ് സബ്മിഷൻ ആയിരിക്കും. ഇത്രയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊസീഡിങ്സ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. ഈ പ്രൊസീഡിങ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ചെക്ക് ബുക്കിൽ നിന്നും നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ ചെക്ക് നമ്പർ നമ്മൾ കീറിയെടുക്കുക. എമൗണ്ട് 23,500 എഴുതുക. അപ്പോൾ പ്രൊസീഡിങ്സായി, ചെക്കായി. പിന്നെ നമ്മൾ സ്പാർക്കിൽ നിന്നും നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. അത് ഓരോ ഹെഡ് വൈസ് ആയിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വെച്ച് നേരെ ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ട് ഏൽപ്പിക്കുക. നമ്മുടെ പ്രൊഫഷൻ ടാക്സ് സ്പെഷ്യൽ TSP അക്കൗണ്ടിൽ നിന്നും സെക്യൂരിറ്റി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് പ്രൊസീഡിങ്സ് തയ്യാറാക്കി എങ്ങനെയാണ് പ്രൊഫഷൻ ടാക്സ് നമ്മുടെ ലോക്കൽ ബോഡിയിൽ അടയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് കമൻറ്റിലൂടെ ചോദിച്ചാൽ പറയാം. ബിംസിനെ കുറിച്ചും വിശദമായ വീഡിയോകൾ ഇനിയും വരും. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് സമയാസമയത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായും ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവർക്കും താങ്ക്സ്.